السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. തേൻ കച്ചവടക്കാരൻ മുൻഗാമികളിൽപ്പെട്ട ഒരു പുണ്യാത്മാവ് 30,000 ദിർഹമിന് ഒരാളിൽ നിന്ന് തേൻ വാങ്ങി. അടുത്ത നാൾ തേനിന്റെ വില ഇരട്ടിയായി. വിറ്റവൻ ഖേദിച്ചു. 30,000 രൂപ നഷ്ടമായല്ലോ. അയാളോട് സ്നേഹിതൻ പറഞ്ഞു, തേൻ തിരിച്ചു കിട്ടണമെങ്കിൽ നാളെ രാവിലെ പുണ്യാത്മാവിനെ ചെന്ന് കാണുക. തന്റെ കൂടെ സുബ്ഹ് നിസ്കരിക്കുക. ദുആ കഴിഞ്ഞാൽ സലാം ചൊല്ലുക. തേൻ വിറ്റതിൽ ഖേദമുണ്ടെന്ന് മാത്രം പറയുക. വേറൊന്നും പറയരുത്. അയാൾ അപ്രകാരം കൃത്യമായി ചെയ്തു. ഉടനെ പുണ്യാത്മാവ് തന്റെ വേലക്കാരനോട് തേൻ തിരിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു. ആ സമയത്ത് ഒരാൾ പറഞ്ഞു, തേനിന് വില ഇരട്ടിച്ചിട്ടുണ്ട്. 30,000 ദിർഹം നഷ്ടമാകും. തിരിച്ചു കൊടുത്താൽ അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ പുണ്യാത്മാവ് അവിടുന്ന് അരുളി, കടന്നുപോ. വിറ്റു ഖേദിച്ചത് അംഗീകരിച്ചാൽ അവന്റെ ഖേദം ഖിയാമത്ത് നാളിൽ അല്ലാഹു തആലയും അംഗീകരിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 30,000 ദിർഹമിന് എനിക്ക് കിട്ടാനിരിക്കുന്ന നിധി ഞാൻ പാഴാക്കുകയോ അങ്ങനെ തേൻ തിരിച്ചു കൊടുക്കുകയും കൊടുത്ത വില മാത്രം മടക്കി വാങ്ങുകയും ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.